1,50,000 രൂപയുടെ സൈനിക പെൻഷന് വേണ്ടിയിട്ടാണ് ഒരു യുവതി സ്വന്തം അച്ഛൻ്റെ മൃതദേഹം വർഷങ്ങളോളം ഒളിപ്പിച്ചു വെച്ചെന്ന് പറയുന്നത്. നോക്കണം, ഇന്ന് ഈ ഒരു വാർത്ത പറയുമ്പോൾ നമ്മുടെ ലോക മാതൃദിനമാണ് അല്ലേ? ഇങ്ങനെയുള്ളൊരു ദിവസത്തിൽ ശരിക്ക് മാതാപിതാക്കൾക്കെതിരെയുള്ള വലിയ ക്രൂരതകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ശരിക്കും നമുക്കൊരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, പിന്നെ തെക്കൻ തായ്വാനിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ വീട്ടിലെത്തിയിട്ട് ഡെങ്കിപ്പനി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർ വന്നതായിരുന്നു. അങ്ങനെ യുവതി ഒരു രീതിയിലും വീട്ടിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല. ഒരു രീതിയിലും യുവതി എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല. ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു, ആരോഗ്യ വകുപ്പ് യുവതിക്ക് ഏകദേശം ഒരു തായ്വാൻ ഡോളർ 60,000 തായ്വാൻ ഡോളർ, അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപി 1,50,000 രൂപയോളം വരും, അത് അവർക്ക് പിഴ ചുമത്തി. എന്നാൽ ഈ പിഴയൊക്കെ അവർ കൊടുത്തു. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ കയറ്റാതിരുന്നത് സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയായി. ഇത്രയും വലിയൊരു പിഴ സ്വീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് യുവതി ആരോഗ്യ പ്രവർത്തകരെ വീട്ടിലേക്ക് കയറ്റാത്തത് എന്നുള്ളൊരു സംശയം തോന്നുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അച്ഛൻ്റെ മൃതദേഹം യുവതി പെൻഷന് വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വന്നാൽ പിന്നെ അച്ഛൻ്റെ പെൻഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതാണ് അച്ഛൻ എന്നുള്ളതാണ് പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. 20 വർഷത്തോളം ഈ മനുഷ്യൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി സൈനിക സേവനം ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മൃതദേഹത്തോടാണ് സ്വന്തം മകൾ ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം മതപ്പതിച്ചിരിക്കുന്നു ഇവിടെ മനുഷ്യൻ്റെ പണത്തിനോടുള്ള ആർത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? ഇങ്ങനൊരു വിഷയം ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ കയറ്റാതിരിക്കുന്നൊരവസ്ഥ വന്നപ്പോഴാണ് യുവതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ തുടർന്നുള്ള പരിശോധനയിലാണ് കറുത്തൊരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ പൊതിഞ്ഞ നിലയിൽ പ്രായമായ ഒരാളുടെ മൃതദേഹം അവിടെ കണ്ടെത്തുന്നത്. കൂടുതൽ പരിശോധനയിലൂടെയാണ് ആ മൃതദേഹം ആ യുവതിയുടെ അച്ഛൻ്റെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മൃതദേഹാവശിഷ്ടം യുവതിയുടെ പിതാവിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അച്ഛനിവിടെ ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടി പല രീതിയിൽ കളവുകൾ ഈ യുവതി പറഞ്ഞു നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പല രീതിയിൽ അച്ഛനിവിടെ ഇല്ല, പുറത്തെവിടെ പോയിരിക്കുകയാണ്, വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്, അതെല്ലാം സഹോദരനോട് കൂടെയാണ്. അങ്ങനെ പല രീതിയിൽ കളവ് പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവസാനം പോലീസ് എന്തു ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 5 വർഷം വരെ ഇവർക്ക് തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഈ യുവതി സ്വന്തം അച്ഛൻ്റെ മൃതദേഹത്തിനോട് ചെയ്തിരിക്കുന്നത്. പണത്തിനോടുള്ള ആർത്തി മൂത്തിട്ട് സ്വന്തം പിതാവിൻ്റെ മൃതദേഹം പോലും കുഴിച്ചിടാൻ അല്ലെങ്കിൽ മറവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് ദുഷിച്ചിരിക്കുകയാണ്. എത്രമാത്രം മോശമായിട്ടുള്ളൊരവസ്ഥയാണ് ഇതെന്ന് മനസ്സിലാക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തായ്വാൻ എന്നുള്ളത്. പക്ഷേ അവിടെ ഒട്ടും മനോഹരമല്ലാത്ത ഒരു മനസ്സിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് ഈ കേട്ടത്. എന്താണെങ്കിലും ഇതിപ്പോൾ തായ്വാനിലല്ലേ എന്ന് നമ്മൾ പറയും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിതാവിനെ വാടക ക്വാർട്ടേഴ്സിൽ അടച്ചിട്ടിട്ട് മക്കൾ മുങ്ങി. 2-3 മക്കളുണ്ടായിരുന്നു, അവരൊക്കെ മുങ്ങി. അത്രക്കും ഭാരമായിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളെ ഭാരമായിട്ട് തോന്നുകയും അവർക്ക് വേണ്ട ഒരു സേവനമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു മനസ്സ് മനുഷ്യന്മാർക്കിടയിൽ വരുന്നുവെങ്കിൽ കാലം വളരെ മോശമായിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. കാരണം ഈ പ്രായമായ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ മടി കാണിക്കുന്ന മക്കൾ, വെറും ആഡംബരപ്രിയർ, അല്ലെങ്കിൽ അവരുടെ സമ്പത്തിന് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. സമ്പത്തിന് വേണ്ടിയിട്ട് അച്ഛനെ അടിച്ചു കൊല്ലുന്നു അല്ലേ? അതിന് കൂട്ടുനിൽക്കുന്ന അമ്മമാരുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന സമയത്ത് നാളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ളൊരു പരീക്ഷണം നമുക്ക് പ്രായമാകും. ആ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള അറുകൊല അല്ലെങ്കിൽ നമ്മളെ ഒരു രീതിയിലും പരിപാലിക്കാത്തൊരവസ്ഥ
അതൊന്ന് നമ്മളെല്ലാവരും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം പഴുത്ത പ്ലാവില വീഴുന്നത് കണ്ട് പച്ചപ്ലാവില ചിരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ ഒന്നും ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഒരു യുവത്വത്തിലും ഒരു ആരോഗ്യത്തിലും നമ്മൾ ആരും നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ നോക്കുന്നതിൽ നമ്മൾ എത്രത്തോളം തൻ്റേടം കാണിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നു, ഇത് അനുസരിച്ചിട്ടായിരിക്കും നാളെ നമുക്ക് നമ്മുടെ പ്രായത്തിൽ കിട്ടുന്ന പരിപാലനം എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ മുതലെല്ലാം എഴുതി മേടിക്കുക, അല്ലെങ്കിൽ മുതൽ ഓഹരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനുമില്ല അമ്മയില്ല, പിന്നെ നമ്മളും നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഭാര്യ മക്കൾ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നാളെ ഈ മക്കൾക്ക് മുമ്പിൽ നമുക്കും വാർദ്ധക്യം ബാധിക്കും. നമ്മുടെ അച്ഛനോട് നമ്മൾ കാണിച്ചത് എന്താണെന്ന് ആ മക്കൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയായിരിക്കും നമ്മളോടും കാണിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. വെറും പണത്തിൻ്റെ ആർത്തിപ്പണ്ടാരങ്ങളായിട്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് മുന്നിൽ ഉണ്ടാവരുത്. ഒരുപാട് കേസ് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മളോട് തുറന്നു പറയാറുണ്ട്. ഞാൻ ഗൾഫിലുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും പണങ്ങളൊക്കെ കൊടുത്തയക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് വയ്യാതായിട്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് ആർക്കും നമ്മളെ കണ്ണിൽ പിടിക്കുന്നില്ല. ഞാൻ അവിടെ പള്ളിയിൽ പോയിരിക്കും, വൈകുന്നേരം വീട്ടിൽ വരും, ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. നമുക്കൊരു അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യമോ നമ്മുടെ കുടുംബത്തിലില്ല. ഒരു വേസ്റ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു അധികപ്പറ്റായിട്ടാണ്, ഭാരമായിട്ടാണെന്ന് ഭാര്യ മക്കൾ നമ്മളെ കാണുന്നത് എന്ന് എത്രയോ പ്രായമായ സുഹൃത്തുക്കൾ പലപ്പോഴും സങ്കടത്തോട് കൂടിയിട്ട് സ്ട്രെസ്സ് കൂടിയിട്ട് കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യത്വം മരവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടിയ ക്രൂരതയുള്ള മനുഷ്യനേക്കാൾ അതപ്പതിച്ചവരായിരിക്കും മനുഷ്യൻ എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്താണെങ്കിലും ഇത്രയും വാർത്തകളൊക്കെ നമുക്ക് മുന്നിൽ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നാളെ നമുക്കും പ്രായമാകും. ആ ചിന്ത മറക്കരുത്.